ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കീർത്തിക പള്ളൻ. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഫിസിക്സും ബയോളജിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കെമിസ്ട്രിയാണ്. അതിന് മുമ്പ് എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നല്ല കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫിസിക്സിലെ പോലെ തന്നെ കെമിസ്ട്രിയിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അത് ചെറിയ ചാപ്റ്ററാണ്, അത്ര വലിയ ചാപ്റ്ററൊന്നുമല്ല. നമുക്ക് നമ്മൾ 10th അങ്ങനെ അവഗാഡ്രോ ലോ, ചാൾസ് ലോ, അതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ്, നമ്മുടെ ഡാൾട്ടൺസ് തിയറി അതൊക്കെ വെച്ചിട്ടാണ് വരുന്ന ചാപ്റ്റർ. പിന്നെ അവസാനത്തേക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അത്രയാണ് ആ ചാപ്റ്ററുള്ളൂ. പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം കുറച്ചതിൽ കോൺസെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ കാര്യങ്ങൾ, പ്രോട്ടോൺസിൻ്റെ കാര്യങ്ങൾ, റുദർഫോർഡിൻ്റെ ആ ഇത് വരുന്നുണ്ട്. പിന്നെ കുറച്ച് അങ്ങനെ കുറച്ച് ഓരോ കാൽക്കുലേഷൻസ് പോലെയൊക്കെ ഉണ്ട്. കുറച്ച് പഠിക്കാനുണ്ട്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ നമുക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ പിടികിട്ടുന്ന ചാപ്റ്ററാണ്. നല്ല ബുദ്ധിമുട്ടായിട്ടില്ലാന്ന് ഞാൻ പറയില്ല. നല്ല നമുക്ക് മനസ്സിലാക്കിയാൽ നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചത് വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. പഠിച്ചത് വെച്ചിട്ട് തന്നെ മീൻസ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഇനിയാണ് കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ് അത്യാവശ്യം പഠിക്കാനുണ്ട്, നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ പഠിക്കണം. ഇത് വരയ്ക്കാനുണ്ട് കുറേ കാര്യങ്ങൾ, അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഉള്ള ചാപ്റ്ററാണ്. ഇടയിൽ ഞാൻ ഈ പേപ്പർ എന്താ കാണിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഷോർട്ട് നോട്ട്സാണ്. ഞാൻ കുറച്ച് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കി വെച്ചത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. എക്സാം ടൈമിലൊക്കെ അതൊക്കെ വായിച്ചിട്ട് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചാപ്റ്റർ നമുക്കില്ല, അത് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. മുഴുവൻ ചാപ്റ്റർ കട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ്. ഇത് നമുക്ക് ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയം നല്ല രസമുള്ള ചാപ്റ്ററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാപ്റ്ററാണ്. പഠിക്കാനൊക്കെ നല്ല സുഖമാണ്. നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ എഴുതാനൊക്കെ. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും, നല്ല രസമുള്ള ചാപ്റ്ററാണ്. പേടിക്കേണ്ട ചാപ്റ്ററൊന്നുമല്ല. കണക്ക് ചെയ്യാനൊക്കെ ഉണ്ട് കുറച്ചൊക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിലെ ചാപ്റ്റേഴ്സാണ് റിഡോക്സ് റിയാക്ഷൻ. അത് നമ്മൾ ഈ 9th 10th എന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്. പിന്നെ സ്റ്റോക്ക് നൊട്ടേഷൻ പണ്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്, നല്ല എളുപ്പമുള്ള കോൺസെപ്റ്റാണ്, നല്ല രസമുള്ള കോൺസെപ്റ്റാണ് അത് ചെയ്യാനായിട്ട്. പിന്നെ ഇതിലാകെ 2 ടോപ്പിക്കാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. പിന്നെ അല്ലാതെ വേറൊരു മെത്തേഡും കൂടിയുണ്ട്. ആ 2 മെത്തേഡും നന്നായിട്ട് പഠിക്കണം. ആ മെത്തേഡ് മാത്രമാണ് ഇതിലിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയാൻ റിഡോക്സിൽ. പിന്നെ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പറയേണ്ട ആവശ്യമില്ല, നല്ല വലിയ ചാപ്റ്ററാണ്. കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാൻ. ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഹൈഡ്രോ കാർബൺ, ഇത് രണ്ടാണ് ഏറ്റവും വലിയ ചാപ്റ്റേഴ്സ്. ഹൈഡ്രോ കാർബൺ പിന്നെയും ചെറുതാണ് ഓർഗാനിക് കെമിസ്ട്രി നോക്കുമ്പോൾ. ഓർഗാനിക് കെമിസ്ട്രി പേരിടേണ്ട കാര്യങ്ങൾ, നെയിമിങ്, അങ്ങനെ കുറേ ഉണ്ട്. 2 സെക്ഷനൊക്കെ ആയിട്ട് 2-3 പാർട്ടായിട്ട് നമുക്ക് ഇതിനെ തിരിച്ചിട്ട് വേണം ഇത് പഠിക്കാൻ. എന്നാലേ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഒരുമിച്ചിരുന്ന ഒറ്റ സ്ട്രക്ചറിൽ പഠിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കണ കാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഷോർട്ട് നോട്ട്സൊക്കെ എന്തായാലും ഈ ചാപ്റ്ററിൻ്റെ ആവശ്യമാണ്.
അടുത്താണ് ഹൈഡ്രോ കാർബൺ ആൽക്കീൻസ്, ആൽക്കെയിൻസ്, ആൽക്കൈൻസ്, ഈ മൂന്നതിൻ്റെ പ്രിപ്പറേഷൻ, ഓരോ വഴിയിലുള്ള പ്രിപ്പറേഷൻ. ഇപ്പം ആൽക്കഹോളെന്ന് അങ്ങനെ പിന്നെ എന്താ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതെന്നൊക്കെ എങ്ങനെയാണ് ആൽക്കീൻസ് ഉണ്ടാക്കുക, ആൽക്കെയിൻസ് ഉണ്ടാക്കുക, അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷൻസാണ് നമ്മൾ ഹൈഡ്രോ കാർബണിൽ പഠിക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയെ സംബന്ധിച്ച് ഹൈഡ്രോ കാർബൺ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അതിന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, നമ്മളത് വായിച്ച് നന്നായി പഠിക്കണം. പിന്നെ കെമിസ്ട്രിയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ടെക്സ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. കെമിസ്ട്രി ആകെ 9 ചാപ്റ്റേഴ്സല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ കെമിസ്ട്രി വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സായിട്ട് എനിക്ക് നല്ലൊരു ഇതുണ്ടായിരുന്നു, കണക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ടോപ്പിക്കായിട്ട് എനിക്ക് ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം ഇപ്പോൾ ടെക്സ്റ്റത്തെ ആ ഒരു പിക്ചേഴ്സൊക്കെ എനിക്ക് നല്ല ടെക്സ്റ്റ് വായിച്ചതുകൊണ്ട് അതിൻ്റെ പിക്ചേഴ്സൊക്കെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. എക്സാമിന് ഓരോ ഇപ്രാവശ്യത്തെ എക്സാമിനൊക്കെ വന്നത് പിക്ചേഴ്സ്, ആ ഒരു കോമ്പൗണ്ടിൻ്റെയൊക്കെ പിക്ചേഴ്സ് കാണിച്ചു തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെ ചോദിക്കും. അതിൻ്റെ നെയിം അല്ലെങ്കിൽ ഇതിലേതാ ഓഡ് വൺ ഔട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ടെക്സ്റ്റ് വായിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബണിൻ്റെ ഒക്കെ ആ പിക്ചേഴ്സും അതൊക്കെ, ഇപ്പോൾ ഇതിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പിക്ചേഴ്സ് കണ്ടില്ലേ, അപ്പോൾ അതൊക്കെ നന്നായി നോക്കി വയ്ക്കുന്നത് നല്ല ഒരു കാര്യമായിരിക്കും നമുക്ക് മാർക്ക് മേടിക്കാൻ. ഈ 2 ചാപ്റ്റേഴ്സാണ് ഏറ്റവും ബുദ്ധിമുട്ടിക്കുക. നമ്മളതിന് പെട്ടെന്ന് കോമ്പൗണ്ടിൻ്റെ പേര് നമുക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് ഒന്നുകിൽ നന്നായി വരച്ച് പഠിക്കുക, ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ വായിച്ച് പഠിക്കുക. ഏതാ കംഫർട്ടബിൾ അത് ചെയ്യുക. ഈ 2 ചാപ്റ്റേഴ്സും ഇന്നത് അവസാനത്തേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കുറേ ടൈമൊന്നും കിട്ടില്ല. അതുകൊണ്ട് നന്നായി സമയം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കണം. എല്ലാ സബ്ജക്ട്സിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവസാനത്തേക്ക് വരുന്ന 2-3 ചാപ്റ്റേഴ്സ് ആയിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള, കോൺസെപ്ഷ്വൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക തന്നെ വേണം. അവസാനമാണ് പബ്ലിക് എക്സാമിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും ഈ അവസാനത്തൊക്കെ. അപ്പം കെമിസ്ട്രി അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കൂടുതൽ എക്സാം ടൈമിലൊക്കെ നമ്മുടെ ലൈവുകൾ ഉണ്ടായിരുന്നല്ലോ, കെമിസ്ട്രിക്ക് മെയിനായിട്ട് ഞാൻ തന്നെ കണ്ടേ മാധവ് സാറിൻ്റെ ഒരു ലൈവ്. അവസാനം മാധവ് സാറിൻ്റെ ലൈവുകൾ ഉണ്ടായിരുന്നു, യൂട്യൂബ് ലൈവുകൾ, ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ആയിട്ടുള്ള, NCERT ബേസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ ഏഗൺ ചാനൽ, അതിലത്തെ കുറേ അങ്ങനെ NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നെ കണ്ടു. അങ്ങനെ ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കെമിസ്ട്രി കുഴപ്പമില്ലാണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി മാർക്ക് വരുമ്പോൾ എന്താവും എന്നൊക്കെ അറിയാം. അപ്പോൾ അത്രയാണ് കെമിസ്ട്രിയുടെ കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. താങ്ക് യു.